പ്രൈസ് ദി ലോർഡ്. വി ഷീൽഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം പറയട്ടെ. ആത്മലോകത്തിൽ സാധാരണഗതിയിൽ കാണാനില്ലാത്ത ഒരുപാട് അദൃശ്യ സംഭവങ്ങളുണ്ട്. ആത്മീയത്തിൽ നമ്മുടെ പരിചയം വർദ്ധിക്കുന്നതിനൊത്തവണ്ണം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ആത്മകണ്ണുകൾ എത്ര കണ്ട് തുറക്കുമോ അത്ര കണ്ട് അമ്മാതിരി വിഷയങ്ങൾ മനസ്സിലാകും. ആത്മയുദ്ധത്തിൽ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ആത്മയുദ്ധത്തിന് വേണ്ടി തയ്യാറാകാത്ത ഒരാൾക്ക് വേണ്ടിയും ദൂതന്മാർ വരാറില്ല. ആത്മയുദ്ധത്തിന് തയ്യാറാകാത്ത ഒരു വ്യക്തിയെ ദൈവം ആത്മയുദ്ധം ഏൽപ്പിക്കാറില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ അനേക ശത്രുക്കൾ ഈ ഭൂമിയിൽ കീഴടങ്ങേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തെ ശത്രുവായ മരണത്തെ വരെ കീഴടക്കിയ ശേഷം പുത്രൻ തമ്പുരാൻ രാജ്യം പിതാവിനെ ഏൽപ്പിക്കും എന്ന് കാണാം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏദനിൽ വെച്ച് ആദമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതായ ഭൂമിയുടെ അധികാരങ്ങൾ മുഴുവനും പാപനിമിത്തമായി പിശാചിൻ്റെ കയ്യിലേക്ക് വഴുതി വീണു എന്നും അതിനെ തുടർന്ന് വിവിധ ജാതികൾക്കായി രാജ്യം പകുത്തു കൊടുത്തുകൊണ്ട് ഈ ഭൂമിയെ ഭരിക്കുവാൻ വിവിധ ജാതികളെ ഏൽപ്പിച്ചുവെന്നും അവരവർ സേവിച്ചു വന്ന വീണുപോയ ദൂതന്മാരുടെ ആധിപത്യത്തിൽ ഭൂമി ആയിപ്പോയി എന്നും ഇവയെ ഒരുപാട് ദീർഘകാലം ഭരിച്ച ശേഷം പരാജയം സമ്മതിക്കുന്ന ജനത്തെ വീണ്ടും എതിർക്രിസ്തു എന്ന ഒരുവൻ്റെ കീഴിൽ ആക്കിക്കൊണ്ട് എതിർക്രിസ്തുവിനെയും അവനോട് ചേർന്നുള്ള സാമ്രാജ്യങ്ങളെയും തോൽപ്പിച്ച് യേശു ഈ ഭൂമിയെ തിരിച്ചെടുക്കുമെന്നും തൻ്റെ പിതാവായ ദൈവത്തിന് ഈ ഭൂമിയെ സമർപ്പിക്കുമെന്നും ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആഴമായ ഇടങ്ങളിൽ പഠിപ്പീരുകളുണ്ട്. അത് വിശ്വസിക്കുന്നവരിൽ ഒരുവനാണ് ഞാനും. അപ്രകാരമുള്ള ആത്മയുദ്ധത്തിൽ പങ്കെടുക്കുവാൻ ഓരോ ആത്മീയനെയും ദൈവം സഹായിക്കും. ഭാവിയിൽ നിത്യതയിൽ നമുക്കൊരു പ്രതിഫലം ലഭിക്കേണ്ടതിന് ഈ ഭൂമിയിൽ ആത്മയുദ്ധത്തിൻ്റെ ഭാഗം നിർവഹിക്കുവാൻ നമ്മിൽ ഓരോരുത്തരെയും ദൈവമാക്കും. ഇതൊക്കെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ, അതിലകത്തെ പല ഗൗരവമേറിയ ഭാഗങ്ങളും. അങ്ങനെ ആത്മയുദ്ധത്തിൽ പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കിയ ഒരു സഹോദരിയാണ് ഞങ്ങളുടെ സഹോദരി സിസ്റ്റർ മോൾഡ്രിൻ. ഇന്ന് തൻ്റെ സാക്ഷ്യം കേൾക്കാൻ കഴിയും. ഞാൻ സിസ്റ്റർ മോൾഡ്രിനോട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നമേ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കാം. ആത്മയുദ്ധം നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആത്മയുദ്ധത്തിൽ ആത്മീയമായ പല കാര്യങ്ങളും അതിനെ തുടർന്ന് ഭൗതികമായ പല കാര്യങ്ങളും ദൈവം നമുക്ക് സായത്വമായി തരും. കാഴ്ചക്കാരായി വന്നിരിക്കുന്ന ഒരുവന് വേണ്ടി ആത്മയുദ്ധത്തിലെ ജയാളികളാകേണ്ട വ്യക്തികൾ സമർപ്പിക്കപ്പെടുന്നത് വരെ അവർ കാഴ്ചക്കാരായി ഇരിക്കുന്നിടത്തോളം ഒരു ദൂതനും അവരെ സഹായിപ്പാൻ വരികയില്ല. എന്നാൽ ആത്മയുദ്ധത്തിന് വേണ്ടി ഒരു വ്യക്തി തയ്യാറായി കഴിയുമ്പോൾ തന്നെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരും എന്ന ഒരു പ്രധാന ആശയം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന പിതാക്കന്മാരെയും അതുതന്നെ ദൈവം പഠിപ്പിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ആത്മയുദ്ധത്തിന് വേണ്ടി ദൈവം ഭാഗികമായി പ്രയോജനപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് സിസ്റ്റർ മോൾഡ്രിൻ. അതുകൊണ്ട് ഞാൻ സിസ്റ്റർ മോൾഡ്രിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാൻ കേൾവിക്കാർക്ക്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സിസ്റ്റർ മോൾഡ്രിനെ ഒന്ന് പരിചയപ്പെടുത്താം. സിസ്റ്റർ മോൾഡ്രിൻ, താങ്ക് യു ഫോർ കമ്മിങ്. വി ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ബാംഗ്ലൂരിലെ ചില ആത്മീയർ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. എന്നെക്കൊണ്ടും നമ്മുടെ സഭയെക്കൊണ്ടും ആവുന്നത്ര കോൺട്രിബ്യൂഷൻ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രേക്ഷകർ കേൾക്കെയാണ് സിസ്റ്റർ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അവരോടാണ് സിസ്റ്റർ തുടർന്ന് സാക്ഷ്യം പറയാനുള്ളത്. സഹോദരി സ്നാനപ്പെട്ടിട്ട് എത്ര വർഷമായി? 20 വർഷമായി. 2 മക്കളുണ്ട്. മക്കളുടെ പേരെങ്ങനെയാ? പിള്ളേരാണ് ആദ്യം, മോനാണ് സ്നാനപ്പെട്ടത്. മോനാണ് ആദ്യം സ്നാനപ്പെട്ടത്. ക്ലർജി സ്നാനപ്പെട്ടതിന് ശേഷം നാട്ടിൽ വന്ന് അവനപ്പോൾ ബോർഡിങ്ങിലായിരുന്നു നിന്നിരുന്നത്. പാസ്റ്റങ്ങളുടെ ഡ്രൈവറാണ് അവനെ സ്ഥാനപ്പെടുത്തിയത്. അവരുടെ വീട്ടിലായിരുന്നു അവൻ നിന്നിരുന്നത്. അങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായി. ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി കളഞ്ഞു. അപ്പം ഞങ്ങൾ തറവാട്ടിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് വെച്ചാൽ. അപ്പം എന്നോട് പറഞ്ഞ് എന്ന് വെച്ചാൽ ഞങ്ങൾ ചർച്ച ഇട്ടൊക്കെ ഭയങ്കര അടുത്ത ഒരു ബന്ധമുള്ള ആൾക്കാരാണ്. ആംഗ്ലോ ഇന്ത്യൻ ചർച്ചിലായിരുന്നു. ഞങ്ങളുടെ പൂർവികന്മാരുടെ സ്ഥലത്താണ് ചർച്ച ഇരിക്കുന്നത്. അത്രയും ബന്ധം ഞങ്ങൾക്ക് ചർച്ചുമായിട്ടുണ്ടായിരുന്നു. അതുമായി വളരെ ബന്ധപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അപ്പൊ മോൻ ഇങ്ങനെ ചെയ്തത് കാരണം ചേച്ചി ഇവിടുന്ന്, എൻ്റെ മൂത്ത ചേച്ചി ബാംഗ്ലൂരുണ്ട്. അപ്പം ചേച്ചി വിളിച്ചിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മോൻ സ്നാനപ്പെട്ടേക്കണ്, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ബാധിച്ചത്.
എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം ഇവിടെ പഠിക്കുന്ന സമയത്തായിരുന്നു. താൻ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചു. ഡ്രൈവറാണ് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞ് ചർച്ചിലേക്ക് ആദ്യം വിളിച്ചത്. അതിനെ തുടർന്ന് ഞാനാണ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം സ്നാനപ്പെട്ടു. വേദപുസ്തകത്തിൻ്റെ തത്വത്തിലും പ്രമാണത്തിലും വിശ്വസിച്ച് ഇറങ്ങിയ ആദ്യ യഹൂദന്മാരെ വസ്തുക്കളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചുവെന്ന് പറയുവാൻ കാരണം അവരുടെ വസ്തുവകൾ അവർക്ക് കൊടുക്കാതെ അവരെ സ്വന്തം വാസസ്ഥലങ്ങളിൽ നിന്ന് ഇറക്കി വിട്ടു. ആ അനുഭവം ഇന്നും തുടരുന്നുണ്ട്. ആത്മലോകത്തിൽ മുഴുവനുമുണ്ട്. നിങ്ങളും അതിൻ്റെ ഭാഗങ്ങളായി എന്നറിഞ്ഞു. ഞാൻ സ്വയം മനസ്സിലാക്കാതെ സ്നാനപ്പെടത്തില്ല എന്ന് പറഞ്ഞ ആ പ്രസ്താവന ഏറ്റവും സ്തുത്യർഹമാണ്. ബെരോവയിലുള്ളവരെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം ദൈവവചനം കേട്ടുവന്നത് മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി ശോധന ചെയ്തു. ആംഗ്ലോ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന നിങ്ങൾക്ക് അപ്രകാരം ഒരു തൻ്റെ ഇടം, എനിക്ക് എന്ത് എന്ന് സ്വയം മനസ്സിലാകാതെ സ്നാനപ്പെടുത്തത്തില്ല, ഞാൻ സ്നാനപ്പെടുകയില്ല എന്ന് പറഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷം. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ നിലനിൽക്കുന്നത്. അല്ലാത്തവർ വെള്ളത്തിൻ്റെ മുകളിലെ പായൽ പോലെ പൊങ്ങിയും താണും കിടന്ന് ഒടുവിൽ ചിലർ നഷ്ടമായും പോകും. അത് വരാതെ ദൈവം നിങ്ങൾക്ക് നല്ല ഒരവസ്ഥ തന്നു. ഒരു മകളും കൂടെ ഉണ്ടല്ലോ, അവിടെ പേരെന്തുവാ? മെഡോണ. സോ രണ്ടുപേര്, 2 മക്കളാണ്. ഓക്കെ, പറഞ്ഞാട്ടെ. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ റോട്ടിൻ്റെ സുൽത്താൻ പാലയുടെ അടുത്ത് തന്നെ ഒരു കട ഇട്ടിട്ടാണ് ഞാൻ ഇരുന്നത്. ലാസ്റ്റ് ഒരു പിടിവള്ളി ഇല്ല, എന്തെങ്കിലും ചെയ്ത് ജീവിക്കണമല്ലോ എന്ന് ഓർത്ത് ഒരു കടയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയ കച്ചവടവും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ക്ലർജി പറഞ്ഞു ഞാൻ ചർച്ചിൽ ജോലിക്കും പോകാം. അപ്പോൾ സുനിൽ പാസ്റ്റർ പറഞ്ഞു, നീ ഇവിടെ ജോലിക്ക് നിന്നാൽ മാത്രം പോരാ, നീ പഠിക്കുകയും ചെയ്യണം, നിന്നെ ഞാൻ പഠിപ്പിക്കാം, നീ പഠിക്കണം എന്നും പറഞ്ഞ് സുനിൽ പാസ്റ്റർ അവനെ പഠിക്കാനും വിട്ടു. ബാക്കിയുള്ള സമയത്ത് അവൻ ചെറുതായിട്ട് എന്തോ ഒരു ജോലി, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പാർട്ട് ടൈം ചെറിയൊരു ജോലി ജോലി ചെയ്ത് അവൻ പഠിക്കുകയും ചെയ്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ കടയുടെ മുമ്പിൽ വന്നിട്ട് ഒരു കളക്ടറിൻ്റെ വണ്ടി സ്റ്റോപ്പായി എന്ന് പറഞ്ഞാൽ റിപ്പയർ ആയപ്പോൾ ഈ ഒരു ലേഡിയാണ്, അല്ല കളക്ടർ ലേഡി. അപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. തിരിഞ്ഞൊക്കെ നോക്കിയപ്പോൾ എൻ്റെ കടയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ലേഡിയായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ അവർ വന്നിട്ട് എൻ്റെ കൂടെ ഇരുന്ന് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആരുമില്ല, ഞാൻ 2 മക്കളുമാണ്, ഇങ്ങനെ ഭയങ്കര കഷ്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, അങ്ങനെ നീ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറുപ്പത്തിൽ, അപ്പോൾ എനിക്ക് 33 വയസ്സ്, ആ ഒരു വയസ്സാണ് എൻ്റെത്. അപ്പോൾ എന്നോട് പറഞ്ഞ്, നീ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ ഒരു വീട് തനസന്ദ്രയിലുണ്ട്, നീ അങ്ങോട്ട് പോര്, അവിടെ തന്നെ ഒരു ചെറിയ കടയുണ്ട്, ആ കട തൊട്ട് പറ്റത്ത് എൻ്റെ ഡ്രൈവറിൻ്റെ കടയാണ്, ആ കടയിൽ നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം, നീ അവിടെ താമസിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും നമുക്ക് ആരുമില്ല എന്നുള്ള ഒരു ഇതിൽ. ഇപ്പോൾ 2007 ആ സംഭവം. അങ്ങനെ അപ്പോൾ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതെല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജോൺ ബ്രദറാണ് വന്ന് ആ വീട് പ്രാർത്ഥിച്ച് തന്നപ്പോൾ ജോൺ ബ്രദർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ വീട് എടുക്കണോ സിസ്റ്ററെ, ഇതെനിക്ക് കണ്ടിട്ട് അത്ര ഇത് തോന്നണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങൾ ബ്രദർ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇപ്പം എനിക്കൊരു ഈ വിശ്വാസത്തിലോട്ട് വരണമെന്ന് എൻ്റെ ഒരു മനസ്സും പറയുന്നുണ്ട്. അത് കാരണം ബ്രദർ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആ വീട്ടിൽ നിന്ന് മാറുന്നതിന് മുമ്പ് എന്നെ സ്നാനപ്പെടുത്തിക്കും, എനിക്കിത് നല്ലതായിട്ട് എൻ്റെ മനസ്സിലാരോ പറയുന്നുണ്ട്, എനിക്കത് കാരണം സ്നാനപ്പെടും, ചിലപ്പോൾ എൻ്റെ ഉയർച്ചയുടെ ഒരു ഭാഗമായിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് സ്നാനപ്പെട്ടതിന് ശേഷമാണ് ആ വീട്ടിലോട്ട് കാലെടുത്ത് വെക്കണത്. ജോൺ ബ്രദറിനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം തെക്കേ ഇന്ത്യയിൽ ലേസർ ബീംസിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഏക ശാസ്ത്രജ്ഞനാണ് ജോൺ ബ്രദർ. ആഴമായി വേദപുസ്തകം അറിയാവുന്നയാളും ഗൗരവമായി ദൈവവചനം പഠിപ്പിക്കുന്നയാളും ഞങ്ങൾ സഹപ്രവർത്തകരുമായിരുന്നു. അദ്ദേഹം എൻ്റെ ഡ്രൈവറായിരുന്നില്ല, അദ്ദേഹം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നയാളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. എയറോനാറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു R&D ഓർഗനൈസേഷനാണ്. അദ്ദേഹം ലേസർ ബീംസിൽ ജോലി ചെയ്തിരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ദൈവവചനം പറഞ്ഞു നടത്തി. മാഡം താമസിച്ചിരുന്ന ആ വീട് ഒരു കളക്ടറുടെ വീടായിരുന്നല്ലേ? ഞാൻ താമസിക്കുന്ന ഇപ്പോഴും അതേ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ദൈവം കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആളുകളുമായി കണക്ട് ചെയ്യും. അങ്ങനെ ദൈവം ഒരു അവസരം. സിസ്റ്റർക്ക് ഒരു സാക്ഷ്യം ഉണ്ടല്ലോ, ആ സാക്ഷ്യം പറഞ്ഞാട്ടെ. അതിനുശേഷം എനിക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അത് ഞാൻ ചോദിച്ചോളാം. സാക്ഷ്യം പറഞ്ഞുകൊണ്ടാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മോൾറിൻ. ഞാൻ ഈ ചർച്ചിൽ വരാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. ചർച്ചിൽ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് 15 വർഷമായി. ചർച്ചിൻ്റെ എല്ലാ പാസ്റ്റിംഗ് പ്രയറിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിലും ഓരോ പാസ്റ്റിംഗ് പ്രയറിലും ഓരോ
ഇത് കാര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ കയറി വന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്നതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം ഒരുപാട് കഷ്ടത്തിൽ നിന്നാണ് ഈ ലെവലിൽ വരെ ഞാൻ. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടായി, വണ്ടിയായി, എല്ലാം ആയി. പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഫാസ്റ്റിംഗ് പ്രേയർ 17-ാം തീയതി, നവംബർ 17-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഫാസ്റ്റിംഗ് പ്രേയറിൻ്റെ ലാസ്റ്റ് വീക്ക് ബുധനാഴ്ച ഞാൻ അന്ന് ചർച്ചിൽ പോയതുപോലെ തന്നെ ചർച്ചിൽ പോരാനായിട്ട് ഞാൻ കുളിക്കാൻ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ആരും എന്നെ പുറത്തുനിന്ന് വിളിക്കണമാരെ തോന്നി. അമ്മ എന്ന് പുറത്തുനിന്ന് വിളിക്കണമാരെ തോന്നിയിട്ട് ഞാൻ ആരാണ് കോമ്പൗണ്ടിൽ കയറി എന്നെ അമ്മ എന്ന് വിളിക്കണമെന്ന് ഓർത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു വൈറ്റ് ഡ്രസ്സ് കൊടുത്തിട്ട് തലയെല്ലാം ഇങ്ങനെ മൂടി കെട്ടിയിട്ട് ഭസ്മമൊക്കെ ഇട്ട ഒരു മനുഷ്യൻ എന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞാണ്, വാ അമ്മ ഞാൻ കടവുളാണമ്മ എന്നും പറഞ്ഞ് എന്നെ വിളിക്കണേന്ന്. അപ്പം ഞാൻ ഓർത്ത് ഇതാരാണ് ഈ കടവുളാണമ്മ എന്നും പറഞ്ഞ് വിളിക്കണമെന്ന് ഓർത്ത് ഞാൻ ദേഷ്യത്തിൽ ഇയാളെ പറഞ്ഞ് അങ്ങ് പുറത്തോട്ട് വിട്ട്, ഗേറ്റിന് പുറത്തോട്ട് അങ്ങോട്ട് വിട്ട്. ഇപ്പോൾ പുറത്തൊന്നും പറഞ്ഞ് ഞാനങ്ങ് ഒച്ച എടുത്തിട്ടാണ് ഞാൻ അയാളെ വിട്ടത്. ഞാനത് ശ്രദ്ധിച്ചില്ല, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാനും പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ വേഗം കുളിച്ച് ഉടുപ്പം മാറി ചർച്ചിൽ വന്ന് പ്രെയർ അറ്റൻഡ് ചെയ്ത് വീട്ടിൽ ചെന്ന് ഓട്ടോറിക്ഷ ഇറങ്ങി ഗേറ്റിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് ഗേറ്റിൽ നിന്ന് കയറി ഒരു 2 അടി വെച്ചില്ല, അതിക്ക് മുമ്പേ ഫുള്ള് ബ്ലഡ് കോമ്പൗണ്ട്. അതായത് നമ്മൾ ഈ കൈ മുറിച്ച് കഴിയുമ്പോൾ കൈ ഇറ്റിട്ട് വീഴണ മാതിരി ഫുള്ളിങ്ങനെ അറ്റം വരെ പോയിട്ട് അവിടെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇറ്റിട്ട് കിടക്കണത്. ഞങ്ങളുടെ വീടിനോട് കയറുന്ന ആ ചവിട്ടുമ്മേൻ്റെ പറ്റ തന്നെ ഇങ്ങനെ ആയി കിടക്കണം. അപ്പം ഞാൻ പേടിച്ചു പോയി, കൊച്ചിൻ്റെ കൈ മുറിഞ്ഞതാണ്, ക്ലർജിയുടെ കൈ മുറിഞ്ഞാണെന്ന് ഓർത്തിട്ട് ഞാൻ രണ്ടുപേരോടും ചോദിച്ചു, മക്കളെ നിങ്ങളുടെ കൈ ആരുടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ഇല്ല മമ്മിയെന്ന് ക്ലർജിയും പറഞ്ഞ്. അങ്ങനെ ഞാനത് വേഗം വെള്ളം എടുത്ത് ചൂലും എടുത്ത് അടിച്ചങ്ങ് കളഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അസ്വസ്ഥത പോലെ. ഞാനങ്ങനെ സോഫമേ വന്നിരുന്ന് എന്തോ ഒരു വിഷമം പോലെ തോന്നി. കണ്ണടച്ചത് ഈ മനുഷ്യനും ഈ ബ്ലഡുമാണ് ഞാൻ കാണുന്നത്. അപ്പം എനിക്ക് ഒരു വല്ലാത്തൊരു പേടി പോലെ തോന്നി. അങ്ങനെ ഞാൻ ആൻറ്റിനെ വിളിച്ച് കാര്യം പറയാം. അപ്പം തന്നെ വിളിച്ച് പറയുന്നതെന്ന് വെച്ചാൽ പാശ്യമുറയെല്ലാം കഴിഞ്ഞ് ആൻറ്റി ഞങ്ങളും പോയിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും. ശരി, എന്നാൽ കാലത്ത് വിളിക്കാമെന്ന് ഓർത്ത് കാലത്ത് വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ സുനിലിനെ വിളിച്ച് കാര്യം പറഞ്ഞ് സുനിൽ ആൻറ്റിനെ വിളിച്ചപ്പോൾ ആൻറ്റി വേഗം എന്നെ വിളിച്ച്, എന്താണ് സിസ്റ്ററെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, സിസ്റ്റർ ആൻറ്റി ഇന്നമാരെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെ കോമ്പൗണ്ടൊക്കെ നിറച്ച് ബ്ലഡായിരുന്നു, ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞ് സിസ്റ്റർ പാസ്റ്റങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചെന്ന് അങ്കിളിനോട് കാര്യം പറഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞ് ഒരു പ്രശ്നമുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം സിസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്നും പറഞ്ഞിട്ട് ഞാനങ്ങ് പോവുകയും ചെയ്തു. അന്ന് രാത്രി ഞാൻ കിടക്കുമ്പോൾ ഈ മനുഷ്യൻ രാത്രി ആയപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ വന്നേക്കാണ്, നീ എന്നെ ഗേറ്റിന് പുറത്തേ ആക്കുള്ളൂ, നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ, നീ പോണ സ്ഥലത്തുനിന്ന് എങ്ങനെയെങ്കിലും നീ പുറത്തേനെ ഞാൻ നിന്നെ ഇറക്കും, നീ ഇറക്കിയേ മതിയാവൂ, നീ ഇറങ്ങിയേ മതിയാവൂ, മനസ്സിലാവുന്നുണ്ട്? നിന്നെ ആ ചർച്ചിലിരുന്ന് നീ പോണ സ്ഥലത്തിരുന്ന് നിന്നെ ഓരോരുത്തരെ നിന്നെ വെറുക്കണ മാതിരി ഞാൻ ചെയ്ത് ലാസ്റ്റ് നിനക്ക് തോന്നും നീ അതിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി, നീ പുറത്തിറങ്ങി അപ്പോൾ നിനക്ക് തോന്നും നിനക്ക് എൻ്റെ അടുത്ത് വരണമെന്ന്. അങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകും. ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പറയണേ. പിന്നെ പറഞ്ഞ്, കൊച്ചുങ്ങള് നിന്റെ മക്കളെ ഞാൻ തൊടാത്ത കാരണം എന്താണെന്നറിയാം, നീ പോണടുത്ത് നിന്റെ മക്കൾ വരുന്നില്ല, അത് കാരണം നിന്റെ മക്കളെ ഞാൻ തൊടൂല. പക്ഷേ നിന്റെ സമ്പത്ത്, നിന്റെ ആരോഗ്യം എല്ലാം ഞാൻ നശിപ്പിച്ച് നിന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഞാൻ അപ്പഴേ അങ്ങനെ ചാടി അങ്ങ് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു താടിമുടി നരച്ചൊരു മനുഷ്യനെ കൈ ഇങ്ങനെ വെച്ചും കൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം എനിക്ക് ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. നേരം പോലത്തെ ക്ലർജിയോട് ചോദിച്ചു, ക്ലർജി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ റൂമിൽ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ട്, മമ്മി പേടിക്കേണ്ട, അതൊരു കാവൽ ദൂതനാണ്, മമ്മിനെ ഇങ്ങനെ കാക്കാനായിട്ട് നിന്നതാണ്, മമ്മ പോയിട്ട് പാസ്റ്ററിനോട് വിവരം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാലത്തെ വിളിച്ച് പിന്നെ ആൻറ്റിനെ വിളിച്ച് കാര്യം പറഞ്ഞ് അങ്കിള് എന്നെ ഫ്രൈഡേ പ്രേയറിൻ്റെ അടുക്ക് എന്നെ വിളിച്ച് സ്റ്റേജിനോടെ നിന്ന് പ്രാർത്ഥിച്ച് തീർന്നത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു 50 കിലോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയ മാതിരി എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു പോയി, ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്. ഞാൻ വന്നങ്ങനെ കസേരയിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് പോയത്. പക്ഷേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്കിള് ഫാസ്റ്റിംഗ് പ്രേയർ പ്രാർത്ഥിച്ച് നിർത്തണ സമയത്തിൻ്റെ തൊട്ട് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച ഉപ്പ് കൊണ്ടുവന്ന്. അപ്പം ഈ സ്വപ്നത്തിൽ എന്നെ കാണിക്കുന്നുണ്ട്, നീ ഉപ്പ് എന്തിനാണ് വെച്ചേക്കണം, കൊണ്ടേ കള, ആ ഉപ്പെടുത്ത് കൊണ്ട് കളയെന്ന് ഈ മനുഷ്യൻ എന്നോട് പറയുന്നുണ്ട്.
അപ്പോൾ ഉപ്പിൻ്റെ ആ പ്രത്യേകത എന്താണെന്നുള്ളത് എനിക്ക് ബാങ്കിൽ പ്രാർത്ഥിച്ച് കൊണ്ടുപോയിട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഉപ്പിനെ പറ്റിയാണ് ആ മനുഷ്യൻ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ച ഉപ്പ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് 2 ബ്രദർമാരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഇട്ട് പുറത്തും ഇട്ട് എല്ലാം നല്ല സമാധാനം. ഇപ്പം ഞങ്ങളുടെ പരിസരത്ത് പോലും ആർക്കും ഒരു ശല്യമില്ല. ഞങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ എല്ലാവരും പറയുമായിരുന്നു, ചേച്ചി രാത്രി വന്ന് ആരാണെന്ന് അറിയാൻ പാടില്ല, ഞങ്ങളെ വിളിക്കും, ഷക്കീല എന്നും പറഞ്ഞു. അത് നമുക്ക് പരിചയമുള്ള ഒരു സൗണ്ടിലാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് രാത്രി ഞാൻ എഴുന്നേറ്റ് പോരാൻ പോണ സമയം ഇപ്പം കെട്ടിയതെന്ന് ചോദിച്ചു, സമയം എന്തായിരുന്നു നോക്കുന്നത്? ഇപ്പം 2:30 മണി. അപ്പം എന്നോട് പറഞ്ഞു, 2:30 മണിക്കൊക്കെ ആരും ഒന്ന് വിളിക്കണം, നീ ഫോൺ ചെയ്ത് ചോദിരെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഫോൺ ചെയ്തപ്പോൾ ഈ ഫോൺ ചെയ്ത് ഈ വിളിക്കുന്ന വ്യക്തി വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു ഇതുണ്ടെന്ന് വെച്ചിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങിയില്ല. പിറ്റേ ദിവസം പറ്റയുള്ള വീട്ടിലായിരുന്നു ഈ സംഭവം. അങ്ങനെ അവിടെ ഒരു ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു ആ പരിസരത്തുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പം മാറി എല്ലാവരും സമാധാനവും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അതിനെപ്പറ്റി ഇപ്പം ഞങ്ങളുടെ അവിടെ നല്ലൊരു ചർച്ചയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നത് കാരണം ഞങ്ങൾക്ക് എല്ലാം സമാധാനമായിട്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ ജീവിക്കുന്നത്. ഞങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും തന്ന ബലത്തിനായി ഞങ്ങൾ കർത്താവിനോടും ഒപ്പം പാസ്റ്റങ്ങളിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. സിസ്റ്ററെ, ഈ സംഭവം നടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വരാമെന്നും ഒന്ന് പ്രാർത്ഥിക്കാമെന്നും ഞാൻ എടുത്തു പറഞ്ഞതും. അത്രയും ഗൗരവമായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, രണ്ടുപേരെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. അവർ രണ്ടുപേരും ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ആത്മലോകത്തിലെ യുദ്ധവീരന്മാരാണ്. അവരെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങനെ വരാനുള്ള കാരണം, അവിടെ അടുക്കൽ ഒരു ബലി നടക്കുന്ന സ്ഥലമുണ്ട്, തൊട്ടടുക്കൽ ഉണ്ട്. തീർച്ചയായിട്ടും ആ ബലി ഒരിക്കൽ നടന്ന്, ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല, ആ ബലി ഒരിക്കൽ നടന്ന് ആ ചാരത്തിൻ്റെ ചൂടാറുന്ന സമയത്ത് ബലാത്കാരേണ എന്നെ 2 പേർ പിടിച്ചോണ്ട് പോയി അതിൻ്റെ മേളിൽ കൂടെ നടത്തിയതാണ്. ആ ചാരം എൻ്റെ ഷൂസേലും സോക്സേലും ആയതാണ്. സാധാരണ ആ ദിവസങ്ങളിലെല്ലാം ഞാൻ ചപ്പലിട്ടുകൊണ്ടായിരുന്നു നടക്കുന്നത്. ചപ്പലിട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ള സ്ഥിതിയിലായിരിക്കാം ഞാൻ ഇരുന്ന ഇടത്ത് വന്ന് 2 പോലീസുകാർ ബലം പ്രയോഗിച്ച് എന്നെ കൊണ്ടുപോവുകയായിരുന്നു. അന്നത്തെ ഇവിടുത്തെ മന്ത്രിയുടെ പ്രത്യേക ഓർഡർ അനുസരിച്ചാണ് കൊണ്ടുപോയത്. അവർ 2 പേരും എന്നെ ബലമായി പിടിച്ച് നടത്തിയത് കൊണ്ട് ഞാൻ അതിനകത്തോടെ നടന്നു. പക്ഷേ ഞാൻ അന്ന് കൃത്യം പോലെ, അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു, ഷൂസ് ഇട്ടുകൊണ്ടാണ് വന്നത്, ചപ്പലിട്ടുകൊണ്ടല്ലായിരുന്നു. അല്ലെങ്കിൽ ചാരം എൻ്റെ കാലിലായേനെ. അന്ന് മുതൽ ആ ഏരിയയിൽ ഒത്തിരി പൈശാചിക പ്രശ്നങ്ങളുണ്ട് എന്നെനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസികളിൽ ഒരാളിനെ നേരിട്ട് ബാധിച്ചപ്പോൾ അവിടെ വരെ വന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പെടുത്തത്. ഈ ഉപ്പെടുക്കുന്നതിൻ്റെ കാരണം, ആത്മയുദ്ധത്തിൽ ആത്മീയ യോദ്ധാക്കൾ പലരും ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഒന്നാണ്. ഏലിശ പ്രവാചകൻ ഉപയോഗിച്ചതായി ബൈബിളിൽ ഒരു തെളിവുണ്ട്. അദ്ദേഹം ഒരല്പം ഉപ്പെടുത്ത് ഒരു പുതിയ തളികയിലാക്കി ആ ദേശത്തെ ശാപം പൊട്ടേണ്ടതിന് ഉറവിങ്കൽ കൊണ്ട് കലർത്തി എന്നൊരു വാചകമുണ്ട്. മാത്രമല്ല, ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പലതുമുണ്ട്. ദ സോൾട്ട് കവനന്റ് വിത്ത് ഡേവിഡ് എന്നൊരു പ്രമാണം ബൈബിളിലുണ്ട്. ദാവീദിനോടുള്ള ശാശ്വത നിയമങ്ങൾ എന്നൊക്കെ പറയുന്നിടത്ത് ദ സോൾട്ട് കവനന്റ് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് എന്തോ പ്രാർത്ഥനയിൽ യാഗത്തിൽ അധികം ഉപ്പ് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ചില സൂചനകളുണ്ട്. അതിനെ തുടർന്നാണ് ഒത്തിരി ആത്മീയർ പ്രാർത്ഥിക്കുകയും പലരും അത് ചെയ്തു വരികയും ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനും വന്ന സഹോദരന്മാരും ചേർന്ന് ഒരല്പം ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് അത് അവൻ്റെ ബൗണ്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവരികയും ചെയ്തത്. ആ ഏരിയയിലൊക്കെ അതിനു മുമ്പേ വലിയ ശല്യമായിരുന്നെന്നും സിസ്റ്റർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് ഉപദ്രവമായിരുന്നെന്നും പറഞ്ഞിരുന്നല്ലോ. അതിനെക്കുറിച്ചൊരു വാചകം പറയാം. അത് അങ്കിള് രാത്രി ഒരു 2:30-3 മണിയാകുമ്പോൾ നായ്ക്കൾ അങ്ങോട്ട് ഭയങ്കര ഓളിയിടലാണ്. അത് ഓളിയിടലെന്ന് പറഞ്ഞാൽ നമ്മൾക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയന്ന് പോകും. നമ്മ ആരായാലും, കേൾക്കുന്ന ആൾക്കാർ ആരായാലും ആ സമയത്ത് എല്ലാവരും എഴുന്നേക്കണ പോലെയുള്ള ഒരു ഭീതി എല്ലാവർക്കും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഓളിയിടുന്ന സൗണ്ട് എല്ലാവരും കേൾക്കും. അതുപോലെയാണ് ഓളിയിടുന്നത്. ഭയങ്കര ഓളിയിടില്ല. ഓളിയിട്ടിട്ട് ഇപ്പം എൻ്റെ സൗണ്ടിൽ പോയിട്ടും വേറൊരാളെ വിളിക്കും. ഇന്നുവരെയ്ക്ക് എൻ്റെ സൗണ്ടിൽ പോയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പറ്റയുള്ള ഓരോ വീട്ടിലെ ഓരോ ആൾക്കാരെ സൗണ്ടിൽ പോയിട്ട് ഓരോരുത്തരെ ഇങ്ങനെ വിളിക്കും, മാറി മാറി വിളിക്കാറുണ്ട്. അപ്പം അവരത് എന്നോട് പറയാറുണ്ട്, ചേച്ചി എന്താണെന്ന് അറിയാൻ പറ്റില്ല, ഇന്നലെ വന്നിട്ട് ഇങ്ങനെ ആരോ വിളിക്കണം. ഞാൻ പറയും, രാത്രി എഴുന്നേക്കരുത്, സമയം നോക്കണം. ആ സമയത്ത് നിങ്ങൾ ഏത് ജാതി ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ആ ബൈബിൾ പഠിക്കണം, കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ട് കിടക്കാം, അപ്പം പിന്നെ ഈ ശല്യം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും അത് ഉണ്ടായിരുന്നു. ഈ നമ്മളൊന്ന് പ്രാർത്ഥിച്ച ശേഷം ഇപ്പം എനിക്ക് വന്നൊരു 3 ആഴ്ചയോട് അടുക്കുന്നു. അല്ല, 2 ആഴ്ച കഴിഞ്ഞു. ഈ നാളുകളിൽ ഒരു ശല്യം.
ഒരു നായുടെ ഓളിയിടലോ ഒരു അമർത്തിക്കരച്ചിലോ അല്ലെങ്കിൽ ഒരു വിളിയോ ഒന്നുമില്ല. ഏറിയ ശാന്തമായി. ഭയങ്കര ശാന്തമാണ്. ആ ഏരിയയെ കുറിച്ച് ഞാൻ മറ്റൊരു കാര്യം കണ്ടത്, അത് അവിടുത്തെ റോഡുകൾ പോലും നല്ലതല്ല. ഒരു വണ്ടി ഒന്ന് ഓടിച്ചു പോകണമെന്ന് കണ്ട വലിയ ബുദ്ധിമുട്ട്, ഭയങ്കര പാടാ. അത് എന്തുകൊണ്ടോ ആ ഏരിയ ഒരു അക്ഷരികമായി ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. കളക്ടറുടെ വീടുകളാണ് അവിടെ പലതും എന്നൊക്കെ ഇരുന്നാലും ഒരു നല്ല റോഡ് കൊണ്ടുവരാൻ ആരെ കൊണ്ട് വെക്കുന്നില്ല, ഗവൺമെന്റിനെ കൊണ്ട് വെക്കുന്നില്ല, അങ്ങനെ വേണം പറയാൻ, ഗവൺമെന്റിനെ കൊണ്ട് വെക്കുന്നില്ല. പക്ഷെ ഞാൻ വന്ന ദിവസമുണ്ട്, ഇവിടുത്തെ 21 ദിവസത്തെ ഉപവാസത്തിന്റെ അവസാനത്തെ ദിവസം 21ാമത്തെ ദിവസമാണ് ഞാൻ വന്നത്. അവിടുന്ന് വന്ന് നേരെ ഇവിടുത്തെ ലാസ്റ്റ് മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുകയായിരുന്നു. അപ്പൊ അന്നത്തെ ദിവസം എന്തോ ഒരു പവർഫുൾ ആയിട്ട് എനിക്കും തോന്നുന്നുണ്ട്. അവിടെ വന്ന് ആ ഉപ്പെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തന്നെ പോയി കഴിഞ്ഞപ്പോൾ ക്ലർജിനോട് പറഞ്ഞു, അങ്കിളിൽ നിന്ന് ഭയങ്കര ഒരു പവർ ഞാൻ കണ്ടു കേട്ടോ അങ്കിളിലെന്ന് ഞാൻ ക്ലർജിനോട് പറഞ്ഞു. ക്ലർജി പറഞ്ഞു, അങ്കിളിന് എങ്ങനെയാണ് മമ്മി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ശക്തിയായിരിക്കും അങ്കിളിന്, എന്ത് ക്ഷീണം ഉണ്ടെങ്കിൽ അത് അറിയേയില്ല, നമ്മൾക്ക് പോലും തോന്നൂല എന്ന് പറയുന്നത്. ഇതൊരു ഒരു ആത്മശക്തിയിൽ നിന്ന് ഒരു ആത്മയുദ്ധത്തിന്റെ ഭാഗമല്ലേ. ആ സമയത്ത് നമ്മളെ ബലപ്പെടുത്തുന്ന ദൂതന്മാരുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഈ വർഷം കുറേ ദിവസങ്ങൾ ഉപവാസമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ശാരീരികമായിട്ട് ഒരുപാട് അങ്ങ് ക്ഷീണിച്ചിരിക്കുക. പലപ്പോഴും കുഞ്ഞുങ്ങളെന്നെ പിടിച്ചാൽ നടന്നതും കൂടെ അതുപോലൊരു ക്ഷീണാവസ്ഥയിലിരിക്കുക. പക്ഷെ അന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നന്നായിരുന്നു. ഓക്കെ സിസ്റ്ററെ, താങ്ക് യു സോ മച്ച്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിഷീൽഡിൻ്റെ പ്രേക്ഷകരോടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ ആത്മിക പോരാട്ടത്തിൻ്റെ ദിവസങ്ങളാണ്. ഇതിനകത്ത് ജയിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ക്രിസ്ത്യാനിത്വം ഭാരതത്തിൽ നശിച്ചു പോകാതെ നിർത്തേണ്ടതിനു വേണ്ടി സുവിശേഷകന്മാരെ അപവാദം പറഞ്ഞും സുവിശേഷകന്മാർ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റെന്നും പറഞ്ഞും സാധാരണക്കാരൻ്റെ വിശ്വാസം ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ 1-2 പ്രാവശ്യങ്ങളിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പ് TD ജെയ്സ് ഒരിക്കൽ പറഞ്ഞ ഒരു നല്ല വാചകമുണ്ട്, അല്ലെങ്കിൽ ഒരു ആശയമുണ്ട്. ഓരോ ഞായറാഴ്ചയും രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ നരകത്തിൽ നിന്നും പിശാച് ഓരോ ബസ്സുകൾ പ്രധാനപ്പെട്ട ഓരോ പള്ളികളിലേക്ക് അയക്കും. കിട്ടുന്നവരെ മുഴുവനും വിളിച്ചുകൊണ്ട് വരണം എന്നുള്ളതാണ് നിഗമനം. ഓരോ ബസ്സുകൾ വന്നു നിൽക്കുമ്പോൾ സഭാ പാസ്റ്റേഴ്സ് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന് വിരോധമായും ദൈവത്തിന് വിരോധമായും ദൂഷണം പറഞ്ഞും വീണുപോയ ശുശ്രൂഷകന്മാരെയും നടക്കാതെ പോയ പ്രവചനങ്ങളെയും ഉദാഹരണങ്ങളാക്കി എടുത്തുകൊണ്ട് ഈ ബസ്സിൽ കയറുവാൻ ആളുകളെ നിർബന്ധിച്ചയക്കും. കൊച്ചു ചർച്ച ആണെങ്കിൽ മിനി വാൻ ആയിരിക്കാം വരുന്നത്, പക്ഷേ എന്തെങ്കിലും ഒന്ന് സാത്താൻ അയച്ചിരിക്കും. സാത്താൻ്റെ കയ്യിലെ ഉപകരണങ്ങളായ ശുശ്രൂഷകന്മാർ ജനത്തെ അതിനകത്ത് കയറ്റുവാൻ ശ്രമിക്കും. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇത് ആത്മയുദ്ധത്തിൻ്റെ ഒരു ഭാഗമാണ്. ആത്മയുദ്ധത്തിന് വേണ്ടി ദൈവം നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഗൗരവത്തോടെ നിന്നാൽ സ്വർഗത്തിലെ ദൂതന്മാർ നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. ബഥേൽ സഭ അതിനൊരു ഉദാഹരണമാണ്. വിഷീൽഡ് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി, അതായത് വഞ്ചിക്കപ്പെടുന്ന ജനത്തെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങളാലാവുന്നത് ചെയ്യുക. പക്ഷെ ചിലതിൻ്റെ പ്രകൃതി വഞ്ചിക്കപ്പെടുക എന്നതാണ്. അവർ വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മായാവികളായി നടക്കും എന്നൊക്കെയുള്ള തിരുവചന പ്രയോഗങ്ങൾ മറക്കരുത്. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.